സാധാരണ ഗ്യാസിന് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഗ്യാസ് സ്റ്റൗ റെഡി ആക്കേണ്ടത്. അപ്പോൾ കംപ്ലൈൻറ്റ് ഞാൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കിടന്നാണ് കംപ്ലൈൻറ്റ്. ചെറുതൊന്ന് കത്തിച്ച് നോക്കാം. ചെറുതിന് തീരെ ഫ്ലൈം കുറവാണ്. അത് സിമ്മിലിട്ട് ഓഫായി പോകുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാൻ സപ്പോർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ബർണർ ഷീലും നമുക്ക് ഇതിൻ്റെ അടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സൈഡിൽ കൂടെ നന്നായിട്ട് കത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ യെല്ലോ ഫ്ലെയിം വന്നിട്ട് പാത്രം കരി പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് ആണെങ്കിൽ തീരെ ഫ്ലെയിം കുറവാണ്. അപ്പോൾ ഒരുപാട് സമയം എടുക്കും പാചകം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും എടുത്ത് മാറ്റാം. അത് നമുക്ക് ഞാൻ പുതിയ ബർണർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വലുതിലൊന്ന് ബർണർ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സെയിം തന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ സെയിം തന്നെ കിട്ടും. ആ ബർണർ കൊണ്ട് പോയാൽ മതി. അപ്പോൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഈ ഫ്ലെയിമിൻ്റെ കേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടാണ് കത്തുന്നത്. ഈ ഹോളിൽ കൂടെ കറക്റ്റായിട്ട് തീ വന്ന് കത്തുവാണെങ്കിൽ വലിയ ഗ്യാസൊന്നും തീരില്ല. സൈഡിൽ കൂടെ വരുമ്പോഴാണ് ഒത്തിരി ഗ്യാസ് ചിലവാകുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ചെറുതൊന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ചെറിയ ബർണറിൻ്റെ പോർഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സ്ക്രൂ ആണ് നമുക്ക് കഴിക്കേണ്ടത്. ഈ സ്ക്രൂ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറിൽ നമുക്കിത് ഈ സ്ക്രൂ അഴിച്ച് മാറ്റാം. അതിനുശേഷം ആ പൈപ്പ് ബാക്കിലോട്ടൊന്ന് പയ്യനെ വലിച്ചാൽ മതി. പയ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് വലിച്ചാൽ അത് ഒടിഞ്ഞു പോവും. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. ഇനി നമുക്ക് പ്ലെയറോ അല്ലെങ്കിൽ സ്പാനറോ ഉണ്ടെങ്കിൽ, ചെറിയ സ്പാനറോ ഉണ്ടെങ്കിൽ നമുക്കിത് അതിൻ്റെ ഈ ജെറ്റ് അഴിച്ച് മാറ്റണം. അതിൻ്റെ അന്ന് ഈ ജെറ്റിൻ്റെ ഉള്ളിലാണ് സാധാരണ പൊടിയും ഉറുമ്പും കയറി അടയുന്നത്. അതിൻ്റെ ത്രെഡ് പോകാണ്ട് വലിയ ബലം കൊടുക്കാണ്ടത് ലൂസാക്കണം. അതിനുശേഷം കൈക്ക് തിരിച്ചത് ഊരിയെടുത്താൽ മതി. നമുക്ക് ഈ ഹോളിൽ കൂടെ വരുന്ന ഗ്യാസാണ് നമുക്ക് മുകളിൽ ബർണറിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹോൾ എന്തെങ്കിലും വളരെ ചെറിയ ഹോളാണ്. അപ്പോൾ ഉറുമ്പ് കയറി അടയാനും പൊടി കയറി അടയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഈ ഹോള് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ചെറിയ വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് മറ്റേ ഈ ഹോളിലേക്ക് ഒന്ന് പയ്യനെ തീരെ ചെറുതായി എടുക്കണ്ടേ. ഒരുപാട് വലുത് ഈ ഹോളിൽ കൂടെ കയറില്ല. എന്തെങ്കിലും കമ്പ് വെച്ച് കുത്തിയാൽ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ ഇതുപോലെയുള്ള കമ്പി തന്നെ എടുക്കാനായിരിക്കും ബെറ്റർ. പിന്നെ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ശരിക്കും ഇത് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ആദ്യം കൈകൊണ്ട് പിരി പോകരുത്. കൈകൊണ്ട് തിരിച്ച് തന്നെ ഇത് മാക്സിമം ടൈറ്റ് ചെയ്യാം. അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നന്നായി ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഹോളുണ്ട്. ആ ഹോളുള്ള വശം ഹെഡിൻ്റെ ഹോളുള്ള സൈഡിലേക്കാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ബർണർ ഈ സൈഡ് അഴിക്കേണ്ട കാര്യമില്ല. ജെറ്റിൻ്റെ സൈഡ് മാത്രം അഴിച്ചാൽ മതി. ഇവിടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഗ്യാസ് ലീക്ക് വരും ആ സൈഡിൽ അഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ജെറ്റിൻ്റെ സൈഡ് മാത്രം നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഈ സ്ക്രൂ അഴിഞ്ഞു വരാൻ ഭയങ്കര പാടാണെങ്കിൽ നമുക്കത് പുറമേ നിന്ന് തന്നെ അഴിക്കാണ്ട് തന്നെ
കമ്പി ഉപയോഗിച്ച് പയ്യനെ ചെറിയ ബ്ലോക്ക് കുത്തി കളഞ്ഞാൽ ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഓപ്പൺ ആയിക്കോളും. ഇനി നമുക്കിതൊന്ന് വെച്ചൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. വളരെ നന്നായിട്ട് കത്തുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിം വരുന്ന കേസ് ഈ നമ്മുടെ വാൽവിൻ്റെ ഉള്ളിൽ അടഞ്ഞാലും ലോ ഫ്ലെയിം വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അതോടെ ഒന്ന് നോക്കാം എങ്ങനെ ഇത് റെഡിയാക്കാമെന്ന്. അപ്പോൾ നമ്മൾ തിരിച്ചു ശേഷം നമുക്ക് അവിടുത്തെ വാൽവിൻ്റെ ഉള്ളിൽ നെട്ടുണ്ട്. ആ നെറ്റ് അയച്ചിട്ടാണ് നമ്മൾ കോക്ക് ക്ലീൻ ചെയ്യണേ. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും അത് അയക്കണേക്ക് മുന്നേ റെഗുലേറ്റർ മസ്റ്റായിട്ട് ഓഫ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഡയറക്റ്റ് വരുന്നതാണ് വാൽവിൻ്റെ ഉള്ളിൽ. അപ്പോൾ അപകടം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്ത ശേഷമാണ് ആ നെറ്റ് അഴിക്കാവുള്ളൂ. പൈപ്പിൽ നിന്ന് ഡയറക്റ്റാണ് ഗ്യാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ നെട്ടൊന്ന് അഴിച്ചു വെക്കാം. റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ടെസ്റ്റർ അത് രണ്ട് ഉപയോഗിച്ചാണ് നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് വലിയ സ്ക്രൂ ഡ്രൈവർ പറ്റില്ല. അപ്പോൾ നമുക്ക് അഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഈ നെട്ട് ഊരി എടുത്തു. വളരെ ചെറിയ നെട്ടാണ്. അപ്പോൾ ഈ നെട്ട് കളയരുത്. ഈ നെട്ട് കളഞ്ഞാൽ നമുക്ക് വേറെ നെട്ടൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഈ വാൽവ് മാറണ്ടാനും വരും നെട്ട് കിട്ടിയില്ലെങ്കിൽ. അതിനുശേഷം ഗ്യാസ് സ്റ്റവ് നമുക്ക് പൊക്കി വയ്ക്കാം. അപ്പോൾ അതിനുള്ള ചെറിയ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ഈ സ്പ്രിങ് ഊരി ഇടുക. അതിനുശേഷം സ്പ്രിങ്ങും നെറ്റും കളയരുത്. നമുക്ക് തിരിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ ഈ കോക്കാണ് നമുക്ക് ഊരി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പയ്യനെ സ്ക്രൂ ഡ്രൈവറിട്ട് മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ കോക്ക് ഊരിപ്പോരും. എൻ്റെ സ്ക്രൂ ഒന്നും ഇട്ടിട്ടില്ല. പയ്യനെ പൊക്കിയാൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ കോക്ക്. അതിൽ നമ്മൾ ചെറുതായിട്ട് ഗ്രീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീസ് വന്നൊക്കെ ഹോളുകൾ അടയാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ലോ ഫ്ലെയിം വരുന്നത്. അപ്പോൾ ഇതിൽ ഗ്രീസ് കയറി അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്മിടുമ്പോൾ ഓഫായി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ഹോളും അതുപോലെ തന്നെ ഈ വലിയ ഹോളും നമുക്ക് ചെറിയ കമ്പി വയറിൻ്റെ കഷ്ണം ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ തീരെ ചെറിയ കമ്പിയുടെ കഷ്ണമാണ് അതിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ശരിക്കും. വലിയ ഹോളിലൊക്കെ ഗ്രീസൊക്കെ കാണാം. ഇനി നമുക്ക് വേസ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു തുണി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഗ്രീസ് ഫുള്ള് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കോക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോളോടെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. രണ്ട് ഹോളും ശരിക്കും ക്ലീൻ ചെയ്താൽ ഹോൾ ഓപ്പൺ ആവണം. വലിയ ഹോൾ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ചുറ്റും രണ്ട് ഹോളും നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കോക്ക് ഇടുന്ന പോർഷനോടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതിന് ചുറ്റും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇടുന്ന കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ഇത് ക്ലാവ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ അതിന് വാൽവ് സ്റ്റക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്ത് ആവാൻ വേണ്ടി അല്പം ഗ്രീസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തിരിക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിന് വരുന്ന ഗ്രീസാണ്. അപ്പോൾ ഇത് നമുക്ക് അല്പം, ഒത്തിരി വേണ്ട, നമുക്ക് വിരലിലെടുത്ത് അല്പം എടുത്ത് ഈ കോക്കിൻ്റെ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒത്തിരി കട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് തിരിക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ഹോളുകളൊക്കെ വീണ്ടും അടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചുറ്റും പുറം ഇട്ട് കൊടുക്കുക. അപ്പോൾ ചുറ്റും നമ്മൾ ഗ്രീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോക്ക് വെട്ടുള്ള ഭാഗം അടിയിലേക്ക് വരാൻ പാകത്തിന് കോക്ക് കയറ്റി സെറ്റ് ചെയ്യാം. ഇതാണ് വെട്ടുള്ള ഭാഗം. അത് താഴത്തേക്കാണ് വരുന്നത്. ഇനി നമുക്ക് സ്പ്രിങ് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇതിന് 2 ഹോളുണ്ട്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. വലിയ ഹോളിലാണ് നമുക്ക് ആ സ്ക്രൂ ഇടേണ്ടത്, ചെറിയ ഹോളിലൂടെ സ്ക്രൂ കയറില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രൂ ഏത് ഹോളാണെന്ന് അറിയാൻ നമുക്ക് ഈ ഹോളിലൂടെ അത് കയറില്ല. അപ്പോൾ നമുക്ക് കയറുന്ന ഹോൾ ഏതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഇട്ട് നോക്കിയാൽ മതി. അതിനുശേഷം ആ ഹോള് താഴത്തേക്ക് വരാൻ പാകത്തിന് വെട്ടിലൂടെ വരാൻ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ സ്ക്രൂ കയറ്റി ടൈറ്റ് ചെയ്താൽ മതി. ആ വെട്ടും ആ വലിയ ഹോളും കറക്റ്റായിട്ട് നേരെ തന്നെ വേണം. എന്നിട്ട് മാക്സിമം ടൈറ്റ് ചെയ്യണം. മറ്റേ ഊരി പോന്നു കഴിഞ്ഞാൽ കോക്ക് തള്ളിപ്പോരും, അതിലൂടെ നന്നായിട്ട് ഗ്യാസ് കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് തിരിച്ചു വയ്ക്കാം. അപ്പോൾ സ്മൂത്തായിട്ടുണ്ട്. തിരിക്കുമ്പോൾ നമുക്ക് സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ബർണറും വലിയ ബർണറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 കംപ്ലൈൻറ്റും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയും സൈഡിൽ കൂടെ തീ കത്തുന്നുണ്ട്. അപ്പോൾ പഴയ ബർണർ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അറ്റമൊക്കെ റൗണ്ടായി പോകും. അതുപോലെ തന്നെ ഹെഡിൻ്റെയും അറ്റമൊക്കെ ബെൻഡായി പോകും. അപ്പോൾ അത് കാരണം സൈഡിൽ കൂടെ തീ വരും. അപ്പോൾ നമ്മുടെ പുതിയ ബർണർ നോക്കി അറിയാം, അതിൻ്റെ അറ്റമൊക്കെ നല്ല ഷാർപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം മാറ്റിയ ബർണറിൻ്റെ സൈഡൊക്കെ റൗണ്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ തീ കയറി കത്തി ഒരുപാട് ഗ്യാസ് വരും. അതുപോലെ തന്നെ പാത്രങ്ങൾ കരി പിടിക്കും. അതുപോലെ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് തീരാനും കരി പിടിക്കാനും വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബർണർ മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗ്യാസൊക്കെ റെഡി ആവാറുണ്ട്. ഇനി നമുക്ക് ബർണർ മാറ്റി വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ബർണർ മാറ്റിയപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ കുറ്റി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പറയാം. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിപ്പ് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ വള്ളി പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് താഴത്തേക്ക് തന്നെ വലിച്ചിട്ട് മുകളിലേക്ക് പൊക്കിയാൽ മതി. നമുക്കത് ഊരിയെടുക്കാം. പിന്നെ റെഗുലേറ്റർ കയറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഈ ആക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് സ്റ്റക്കാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇറങ്ങില്ല. അപ്പോൾ മുകളിലേക്ക് വലിച്ചു വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ അത് താഴത്തേക്ക് ഇറങ്ങി ലോക്കാവും.
അതിനുശേഷം ഇത് ഓണാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.